നമസ്കാരം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ തീപ്പൊരി പ്രതികരണം. ഉത്തരം മുട്ടി വി.ഡി. സതീശൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ. വാർത്തയിലേക്ക്. കേരള ന്യൂസ് 60 വാർത്തകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം ഫേസ്ബുക്ക് വഴിയാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. അത് ആദ്യം തന്നെ ഞാനൊന്ന് വായിക്കാം. ഛത്തീസ്ഗഡിലെ കോൺഗ്രസിനെ നേർവഴിക്ക് നയിക്കാൻ ഹൈക്കമാൻഡിനോട് KPCC ആവശ്യപ്പെടുമോ? ഛത്തീസ്ഗഡിൽ ബജ്രംഗ് ദളിന്റെ വ്യാജ പരാതിന്മേൽ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും ചാർത്തി കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്തതിൽ രാജ്യമാകെ BJP സർക്കാരിനെതിരെ പ്രതിഷേധമുയരുകയാണ്. ശക്തമായ പ്രതിഷേധമുയർത്തിക്കൊണ്ടുവരുന്നതിനോടൊപ്പം കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി മതനിരപേക്ഷ മനസ്സുകളാകെ കൈകോർക്കുകയും വേണം. എന്നാൽ സംഭവം നടന്ന ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് ഇതുവരെയും ഒരക്ഷരം പ്രതികരിച്ചിട്ടില്ല. ഒരു വർഷം മുമ്പ് വരെ അവിടെ സംസ്ഥാന ഭരണത്തിൽ ഉണ്ടായിരുന്നതും നിലവിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുമായ കോൺഗ്രസിന് ചെറു പ്രതിഷേധം പോലും സംഘടിപ്പിക്കാൻ തോന്നാത്തത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് ഈ വിഷയത്തിൽ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നത് കണ്ടു. നല്ലത് തന്നെ. പക്ഷേ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. ആയതിനാൽ ദേശീയ തലത്തിൽ അവർക്കൊരു നിലപാട് വേണം. കേരളത്തിലെ കോൺഗ്രസിന് ഒരു നിലപാട്, ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന് വേറൊരു നിലപാട് എന്നത് അങ്ങേയറ്റം പരിഹാസ്യകരമാണ്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് നിദാനമായ നിയമത്തിന്റെ സൃഷ്ടാവ് കോൺഗ്രസ് സർക്കാരാണ് എന്നത് ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ്. ഛത്തീസ്ഗഡ് മതസ്വാതന്ത്ര്യ നിയമം 1968 4-ാം വകുപ്പ് പ്രകാരമാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ നിയമം കൊണ്ടുവന്നത് ഛത്തീസ്ഗഡ് മധ്യപ്രദേശിന്റെ ഭാഗമായ കാലത്ത് കോൺഗ്രസ് സർക്കാരാണ്. രാജ്യത്ത് ആദ്യമായി ഇത്തരമൊരു നിയമം കൊണ്ടുവന്നത് 1967 ഒഡീഷയിലെ കോൺഗ്രസ് സർക്കാരാണ്. തൊട്ടടുത്ത വർഷം മധ്യപ്രദേശിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ ഗോവിന്ദ് നാരായൺ സിംഗ് ഇതേ നിയമം നിയമസഭയിൽ പാസാക്കുകയായിരുന്നു. ന്യൂനപക്ഷങ്ങൾക്കെതിരെ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെട്ട ഈ നിയമം റദ്ദാക്കാൻ പിന്നീടും വർഷങ്ങളോളം ഭരണത്തിലിരുന്ന കോൺഗ്രസ് തയ്യാറായില്ല. മധ്യപ്രദേശിന്റെ തെക്ക് കിഴക്കൻ ജില്ലകളെ വിഭജിച്ചുകൊണ്ടാണ് 2000 ഛത്തീസ്ഗഡ് രൂപീകരിക്കപ്പെട്ടത്. ഛത്തീസ്ഗഡിൽ അധികാരത്തിൽ വന്ന അജിത് ജോഗിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ മധ്യപ്രദേശിലെ മതസ്വാതന്ത്ര്യ നിയമം ഛത്തീസ്ഗഡിലും അതേപടി നിലനിർത്തുകയാണ് ചെയ്തത്. അതിന് ഛത്തീസ്ഗഡ് മതസ്വാതന്ത്ര്യ നിയമം 1968 എന്ന് പേരിട്ടു. ആ നിയമം നടപ്പിലാക്കുന്നതിനുള്ള അനുബന്ധ ചട്ടങ്ങൾ ഉൾപ്പെടെ അതേപടി നിലനിർത്തുകയുണ്ടായി. പുതിയ സംസ്ഥാന രൂപീകരണ ശേഷം ഇതുവരെ 2 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുണ്ടായി. എന്നാൽ മേൽപ്പറഞ്ഞ നിയമം റദ്ദാക്കാൻ കോൺഗ്രസ് സർക്കാരുകൾ തയ്യാറായതേയില്ല. ഭരണഘടനാ വിരുദ്ധവും മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവരെ അടിച്ചമർത്താനും ഉപയോഗിച്ചു വരുന്നതുമായ ഈ നിയമം റദ്ദു ചെയ്യണമെന്ന് എക്കാലവും ആവശ്യപ്പെടുന്ന പാർട്ടിയാണ് CPIM. ഏറ്റവും ഒടുവിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി CPIM പുറത്തിറക്കിയ മാനിഫെസ്റ്റോയിലെ 24-ാം പേജിൽ റിപ്പീലിംഗ് ആന്റി കോൺവെർസേഷൻ ലോസ് ഇൻ സ്റ്റേറ്റ് ദാറ്റ് ടാർഗറ്റ് മൈനോറിറ്റീസ് എന്നത് നയമായി സ്വീകരിക്കും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുമോ? കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്ന സമരത്തോടൊപ്പം ഇത്തരം വസ്തുതകൾ കൂടി പരിശോധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് തന്റെ ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തിയത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മുടെ V.D. സതീശനോട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നുണ്ട്. സതീശന്റെ പ്രതികരണം, ഒരു ന്യായീകരണ ക്യാപ്സ്യൂൾ നമുക്കൊന്ന് കാണാം. ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് MPമാർ ആദ്യത്തെ പരിപാടിയിൽ ഉണ്ടായിരുന്നല്ലോ, അവിടെയുള്ള കോൺഗ്രസിന്റെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ. അവിടുത്തെ ചോദിച്ചുകൊണ്ട് പറഞ്ഞുതരാം, പറയാൻ പറ്റില്ല. അവിടുത്തെ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അവിടുത്തെ PCC പ്രസിഡന്റ്, അവിടുത്തെ ചാർജുള്ള AICCയുടെ ജനറൽ സെക്രട്ടറി, ഇവരെല്ലാവരും നമ്മുടെ MPമാരോടൊപ്പം ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലുമായിട്ട് ഞാൻ തന്നെ ഫോണിൽ സംസാരിച്ചിരുന്നു. ഭൂപേഷ് ബാഗലുമായിട്ട് അവരെല്ലാം മുൻ മുഖ്യമന്ത്രി അടക്കം വന്ന് നിൽക്കുവാണ് നമ്മുടെ ഡെലിഗേഷൻ്റെ അവിടെ. പിന്നെ ഛത്തീസ്ഗഡിലെ നേതാക്കൾ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? അവർ മുഴുവൻ സമയം അവരുടെ കൂടെ തന്നെ, ഈ ഡെലിഗേഷൻ്റെ കൂടെ തന്നെ ആളുകളെ കാണുന്നതിന് വേണ്ടിയിട്ട്, അവിടുത്തെ മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയിട്ട് മുഴുവൻ സമയത്ത് അവരെ കൂടെ ഉണ്ട്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞാൻ ഫോണിൽ സംസാരിച്ചല്ലോ അദ്ദേഹത്തെ. അവരെല്ലാം ഇവർക്ക് നിയമപരമായ സഹായം കിട്ടുന്നതിന് വേണ്ടി, ഇത് പുതിയ കഥയാണ്, വേറെ കഥയൊന്നും ഇല്ലാണ്ട് രാവിലെ ഏതോ ഒരു കഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഫുൾ ടീം അവിടെ ഉണ്ട്. അതെന്നല്ലേ പറഞ്ഞ കഥയാണെന്ന്. ഞാൻ ഇവിടെയാണെങ്കിൽ വരുമോ? എന്തിനാ അവര് സംസാരിക്കുന്നത്? അവരെല്ലാം അവിടെ സാന്നിധ്യമുണ്ട്. ഈ വിഷയത്തിൽ
കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, നന്നായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ മന്ത്രി മുഹമ്മദ് റിയാസ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ട് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് പ്രതിപക്ഷം ഒരക്ഷരം മിണ്ടുന്നില്ല എന്ന് ചോദിച്ചാൽ അവർക്ക് എങ്ങനെ മിണ്ടാൻ കഴിയും? അവരും ഇതിന്റെ ഒരു ഭാഗമാണല്ലോ എന്ന് പറയാതെ വയ്യ. കോൺഗ്രസ് ഛത്തീസ്ഗഡിൽ ഭരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. അപ്പോഴൊക്കെ കോൺഗ്രസും ഇതേ രീതിയിലുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ ഭൂപേഷ് ബാഗേൽ അവരുടെ മുൻ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഭരിക്കുന്ന സമയത്ത് 2022 ഡിസംബർ 25 നടന്ന ഒരു സംഭവം നമ്മളാരും മറന്നിട്ടില്ലല്ലോ. അതായത് ഒരു ക്രിസ്തുമസ് രാത്രിയിൽ തീവ്ര ഹിന്ദുത്വവാദികൾ അഴിഞ്ഞാടുന്നു. അവർ എന്താണ് ചെയ്യുന്നത്? അതായത് ക്രൈസ്തവരുടെ ക്രിസ്മസ് ആഘോഷം അലങ്കോലപ്പെടുത്തുന്നു, രൂപക്കൂടുകൾ തല്ലി തകർക്കുന്നു, അതുപോലെ തന്നെ ക്രിസ്തുവിന്റെയും മാതാവിന്റെയും ഒക്കെ രൂപങ്ങൾ തല്ലി തകർക്കുന്നു. അങ്ങനെ നിരവധി സംഭവങ്ങൾ അവിടെ അരങ്ങേറുന്ന സാഹചര്യം ഉണ്ടായി. ഭൂപേഷ് ബാഗേൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നടപടി അവർക്കെതിരെ സ്വീകരിച്ചോ? നിശബ്ദതയുടെ കുപ്പായം സ്വീകരിച്ച് ഇന്ന് BJPയുടെ മുഖ്യമന്ത്രി ഏത് രീതിയിലുള്ള നിലപാടാണോ സ്വീകരിച്ചത് അതേ നിലപാട് സ്വീകരിക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ അവിടെ കണ്ടത്. അപ്പൊ പിന്നെ എങ്ങനെ ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ഇപ്പോഴത്തെ ഛത്തീസ്ഗഡിലെ പ്രതിപക്ഷത്തിന് മിണ്ടാൻ കഴിയും, ശബ്ദിക്കാൻ കഴിയും എന്നത് എടുത്തെടുത്ത് പറയേണ്ടതാണ്. മാത്രവുമല്ലല്ലോ, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്താനെങ്കിലും പേരിനെങ്കിലും രേഖപ്പെടുത്താൻ ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇത്ര അസഹിഷ്ണുത കാണിച്ചിട്ട് കാര്യമില്ല. മിസ്റ്റർ VD സതീശൻ വസ്തുതകൾ നിരത്തിയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാത്രവുമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപിക്കെതിരെ, ജോർജ് കുര്യനെതിരെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികരണം, ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം രേഖപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ മാത്രം എന്തൊക്കെയോ പറഞ്ഞു എന്ന മട്ടിൽ നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു ഒപ്പിക്കുന്നു എന്നതിന് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു 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 പ്രതിഷേധം അവർക്കെതിരെ രേഖപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? അത് ലോക്സഭയിലാകട്ടെ അല്ലെങ്കിൽ രാജ്യസഭയിലാകട്ടെ. ലോക്സഭയിലും രാജ്യസഭയിലും ഇടതു നേതാക്കൾ സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യന്റെയും മുഖത്ത് നോക്കി ചോദിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല എന്ന്. കഴിഞ്ഞ ദിവസം തന്നെ ജോർജ് കുര്യൻ എന്താണ് ഒരു പ്രതികരണം രേഖപ്പെടുത്തിയത്? ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നും പ്രതികരിക്കാനില്ല, കാരണം ഞാൻ കേന്ദ്രമന്ത്രിയാണെന്നാണ് പറഞ്ഞത്. എന്തിന്റെ പേരിലാണ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? ഏതിന്റെ പേരിലാണ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? കള്ളപ്പരാതിയുടെ പേരിൽ, ബജ്രംഗ് ദളിന്റെ കള്ളപ്പരാതിയുടെ പേരിൽ. എന്നിട്ട് അവർക്കെതിരെ മതപരിവർത്തനം നടത്തി, മനുഷ്യക്കടത്ത് നടത്തി എന്നൊക്കെ പറഞ്ഞ് 143 വകുപ്പ് വരെ ചുമത്തിയിരിക്കുന്നു. 10 വർഷം വരെ അകത്ത് ഇടാനുള്ള പല തന്ത്രങ്ങളും നടത്തിയിരിക്കുന്നു. ബജ്രംഗ് ദളാണ് അവിടുത്തെ പോലീസിനെയും സർക്കാരിനെയും നിയന്ത്രിക്കുന്നതെന്ന് ചോദിച്ചാൽ പോലും തെറ്റു പറയാൻ പറ്റില്ല. അങ്ങനെ പോലും ചോദിക്കാൻ അവിടുത്തെ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ബജ്രംഗ് ദളിനെതിരെയും BJPക്കെതിരെയും ഒരു അക്ഷരം മിണ്ടാതെ ഇനിയും എത്ര നാൾ കോൺഗ്രസ് ഇങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചോദിച്ചു പോവുകയാണ്. നിങ്ങൾ അവർക്ക് ചൂട്ടുപിടിച്ച് നടക്കുകയാണ്, നിങ്ങൾ അവർക്ക് വളമിട്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അവരായി മാറുകയാണ് എന്ന് പറയാതെ വയ്യ. ഇത്തരത്തിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ മതപരിവർത്തനം നടന്നിട്ടില്ല, മനുഷ്യക്കടത്ത് നടന്നിട്ടില്ല എന്ന് അവർക്കൊപ്പം ഉണ്ടായിരുന്ന കുട്ടിയുടെ കുടുംബം തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി. എന്നിട്ടും അവരെ പിടിച്ചകത്തിരുന്ന സാഹചര്യം. ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്കെതിരെ അതിശക്തമായിട്ട് ആഞ്ഞടിക്കുന്നുണ്ട്, വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും സംഘത്തിനുമൊക്കെ അങ്ങോട്ടേക്ക് പോകാനും ഈ കാര്യത്തിലൊക്കെ പ്രതികരണം രേഖപ്പെടുത്താനും മിനിറ്റുകളല്ല മണിക്കൂറുകൾ വേണ്ടി വന്നു എന്നുള്ളതാണ്. ഇതൊക്കെ എല്ലാവരും കാണുന്നുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വേറെന്ത് അല്ലെ സതീശ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.